അറബി സാഹിത്യ ചരിത്രം സംബന്ധമായ അഥവാ താരിഖുൽ അദബുൽ അറബി സംബന്ധമായ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. താരിഖുൽ അദബുൽ അറബി സംബന്ധമായി നമ്മൾ 2 ക്ലാസ്സുകൾ ഇതുവരെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഉസ്താദ് എന്ന യൂട്യൂബ് ചാനലിന്റെ അറബി സാഹിത്യ ചരിത്രം എന്ന പ്ലേലിസ്റ്റ് പരിശോധിച്ചാൽ ഈ 2 വീഡിയോകളും അവിടെ ലഭ്യമാണ്. ഇതുവരെ അത് കാണാത്തവർ ആ പ്ലേലിസ്റ്റിൽ പരിശോധിച്ച് ആ വീഡിയോകൾ കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം അസ്റുൽ ജാഹിലിയും അതുപോലെ അസ്റുൽ സദറുൽ ഇസ്ലാമും വളരെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ തന്നെയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അമവി രാജവംശം നിലനിന്നുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അറബി സാഹിത്യത്തിന്റെ ഗതി എന്തായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം നമുക്ക് അൽ അഖ്തൽ എന്ന കവിയെ കുറിച്ച് പറയാം. അഖ്തൽ, അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അബൂ മലിക് റിയാദ് ബിൻ ഗൗസ് എന്നാണ്. പിന്നെ എന്തിന് അദ്ദേഹത്തെ ആളുകൾ അഖ്തൽ എന്ന് വിളിച്ചു എന്ന് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സഫാഹത്ത് കാരണത്താൽ, വിവരക്കേട് കാരണത്താലാണ് അദ്ദേഹത്തെ അഖ്തൽ എന്ന് വിളിച്ചത്. അദ്ദേഹം ഒരുപാട് പലരുടെ അഭിപ്രായത്തിലും ഒരുപാട് വിവരക്കേടുകൾ പറഞ്ഞ ആളായിരുന്നു. അതുകൊണ്ടാണ് അഖ്തൽ എന്ന് ജനങ്ങൾ അദ്ദേഹത്തെ വിളിച്ചത്. അങ്ങനെ പലരും ആക്ഷേപിച്ചുവെങ്കിലും ഒരു നിസ്സാരനായ കവി ആയിരുന്നില്ല അഖ്തൽ. ഷാഇറു ദൗലത്തിൽ അമവിയ, അമവി രാജഭരണകൂടത്തിന്റെ ആസ്ഥാന കവിയായിരുന്നു അഖ്തൽ. ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, അമവി രാജവംശം ഒരു മുസ്ലിം രാജവംശമാണ്. ഭരണാധികാരികളെല്ലാം മുസ്ലിങ്ങളാണ്. പക്ഷെ അവിടുത്തെ ആസ്ഥാന കവിയായിട്ട് അവർ നിശ്ചയിച്ചത് അഖ്തൽ എന്ന ഒരു നസറാനിയെ അഥവാ ഒരു ക്രിസ്ത്യാനിയെ ആയിരുന്നു. അദ്ദേഹം ജനിക്കുന്നത് ഹിജറ 19-ാം വർഷമാണ്. അദ്ദേഹം ജനിച്ച ഗോത്രത്തിന്റെ പേര് തഅലബ് എന്ന ഗോത്രമാണ്. തഅലബ് എന്ന ഗോത്രത്തിൽ ഹിജറ 19-ാം വർഷമാണ് അഖ്തൽ ജനിക്കുന്നത്. പല കവികളുമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിനിടയിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതിൽ വളരെ പ്രസക്തമായ ഒന്നാണ് കഅബ് ബിൻ ജുഐലും അഖ്തലും തമ്മിലുണ്ടായ വിമർശനങ്ങൾ. ദാറത്തിൽ മുഹാജാത്ത് ബൈനൽ അഖ്തൽ വ കഅബ് ബിൻ ജുഐൽ. അമവി രാജവംശത്തിന്റെ കവി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നുവെങ്കിലും ആ രാജവംശത്തിലെ തന്നെ പ്രധാന രാജാവായ പ്രധാനപ്പെട്ട ഖലീഫയായ ഉമർ ബിൻ അബ്ദുൽ അസീസ് അദ്ദേഹത്തെ അടുപ്പിച്ചില്ല. അദ്ദേഹത്തെ അല്പം അകറ്റി നിർത്തുകയായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ് ചെയ്തത്. അഖ്തലിന്റെ കവിതകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 2 മുഖങ്ങളായിരുന്നു ആ കവിതക്കുണ്ടായിരുന്നത്. ഒന്ന്, അമവി രാജവംശത്തിനെതിരെ വരുന്ന ആക്ഷേപങ്ങളെ പ്രതിരോധിക്കുക. അതാണ് ഒന്നാമതായി അദ്ദേഹത്തിന്റെ കവിതകളിൽ ഉണ്ടായിരുന്നത്. രണ്ടാമതായി അദ്ദേഹത്തിന്റെ ഗോത്രമായ തഗ്ലബ് ഗോത്രത്തെയും ആ ഗോത്രത്തിന്റെ സഖ്യകക്ഷികളെയും പ്രതിരോധിക്കുക, അവർക്ക് വേണ്ടി സംസാരിക്കുക. ഇത് രണ്ടും അദ്ദേഹത്തിന്റെ കവിതകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, അമവി രാജവംശത്തിന് വേണ്ടി സംസാരിക്കുന്നു. രണ്ടാമതായിട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം ഗോത്രമായ തഗ്ലബ് ഗോത്രത്തിന് വേണ്ടിയിട്ടും ആ ഗോത്രത്തിന്റെ സഖ്യകക്ഷികൾക്ക് വേണ്ടിയിട്ടും അദ്ദേഹത്തിന്റെ കവിതകളിലൂടെ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ എതിരാളികൾ അദ്ദേഹം ശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. ഖൈസ് ഗോത്രത്തെയും അതുപോലെ മുളർ ഗോത്രത്തെയും ഒക്കെ അദ്ദേഹം ഒരുപാട് ശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. ഖൈസ് ഗോത്രത്തെ അദ്ദേഹം വിമർശിച്ചു. എന്നാൽ ആ കാലഘട്ടത്തിലെ മറ്റൊരു കവിയായിരുന്ന ജരീർ ഖൈസ് ഗോത്രത്തിന്റെ കൂടെയായിരുന്നു. അവർക്ക് വേണ്ടി, ഖൈസ് ഗോത്രത്തിന് വേണ്ടിയിട്ട് കവിത എഴുതിയ വ്യക്തിത്വമാണ് ജരീർ. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ 2 കവികളായ അഖ്തലും ജരീറും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അഖ്തൽ ഖൈസ് ഗോത്രത്തെ വിമർശിച്ചു, ജരീർ ഖൈസ് ഗോത്രത്തെ അനുകൂലിച്ചു. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. അഖ്തലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു നസറാനിയാണ് അഥവാ ഒരു ക്രിസ്ത്യാനിയാണ്. അതുകൊണ്ട് തന്നെ ആരെയും വിമർശിക്കുന്നതിൽ അൻസാരികളെ ഒക്കെ വിമർശിക്കുന്നതിൽ അദ്ദേഹത്തിന് ഒരുവിധം മടിയും ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ യസീദ് ബിൻ മുആവിയ അദ്ദേഹത്തോട് പറഞ്ഞു അൻസാരികളെ വിമർശിക്കാൻ. അവരെ കുറിച്ച് ഒരു ഹിജാ എഴുതാൻ പറഞ്ഞു, ആക്ഷേപ കവിതകൾ എഴുതാൻ പറഞ്ഞു. അദ്ദേഹം എഴുതി. യസീദ് ബിൻ മുആവിയയുടെ ആവശ്യപ്രകാരം അദ്ദേഹം അൻസാരികളെ വിമർശിച്ചു. അതേപോലെ മറ്റൊരു ഖലീഫയായ ഖലീഫ അബ്ദുൽ മലിക് അദ്ദേഹത്തോട് പറഞ്ഞു ഖൈസ് ഗോത്രത്തെ വിമർശിക്കണമെന്ന്. അങ്ങനെ ഖൈസ് ഗോത്രത്തെയും ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം കവിതകൾ എഴുതി. അമവി കാലഘട്ടത്തിലെ
വളരെ പ്രഗത്ഭരായ 3 കവികളാണ് അഖ്തൽ, ജരീർ, ഫറസ്ദഖ്. ഇതിൽ ജരീറിനെ കുറിച്ചും ഫറസ്ദഖിനെ കുറിച്ചും നമ്മൾ അടുത്തതായിട്ട് പറയും. ഈ 3 കവികളുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ചതാര് എന്ന ചർച്ച വന്നപ്പോൾ കൂടുതൽ പണ്ഡിതന്മാരും അവർ മുൻഗണന നൽകിയിട്ടുള്ളത് അഖ്തലിനാണ്. വിശേഷിച്ചും ഈ നഹ്വ് പണ്ഡിതന്മാർ അവർ അഖ്തലിനെയാണ് കൂടുതൽ മുൻഗണന നൽകിയിരിക്കുന്നത്. അഖ്തലാണ് കൂടുതൽ മികച്ച വ്യക്തിത്വം എന്നാണ് അവർ പറയുന്നത്. അതിനുള്ള കാരണം അദ്ദേഹത്തിന്റെ കവിതകളിലെ ജസാലത്തുൽ ലഫ്ള്, ഫഖാമത്തു ഇബാറത്ത്, സിഹ്ഹത്തു തറാക്കീബ്, വതൂലു നഫ്സ്, ഇതൊക്കെയാണ് അഖ്തലിന്റെ കവിതകളിലെ പ്രത്യേകതകൾ. അത് മറ്റു ജരീറിനേക്കാളും ഫറസ്ദഖിനേക്കാളും ഒക്കെ അഖ്തലിന്റെ കവിതകളിൽ ഇത് മികച്ചു നിൽക്കുന്നു എന്നാണ് പണ്ഡിതന്മാരുടെ വീക്ഷണം. ഹിജറ 95-ാം വർഷം വലീദിന്റെ ഖിലാഫത്ത് നിലനിന്ന കാലഘട്ടത്തിൽ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തെ വിലയിരുത്തിക്കൊണ്ട് നമുക്ക് പറയാവുന്നത് അദ്ദേഹം സൗത്തുൽ ജസീറ, അറേബ്യൻ ഉപദ്വീപിന്റെ ശബ്ദമായിരുന്നു അദ്ദേഹം എന്നാണ് ചരിത്രകാരന്മാർ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. ലിസാനു തഗ്ലബിയ, അതേസമയം തന്നെ തഗ്ലബ് എന്ന ഗോത്രത്തിന്റെ നാവുമായിരുന്നു എന്ന് അദ്ദേഹത്തെ കുറിച്ച് ചരിത്രകാരന്മാർ വിലയിരുത്തി. വലീദിന്റെ ഭരണകാലത്താണ് അദ്ദേഹം മരണപ്പെടുന്നത്, ഹിജ്റ 95-ാം വർഷം. ഇനി അഖ്തലിനെ കുറിച്ച് 2 പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ നമുക്ക് കാണാം. ജരീർ ആ കാലഘട്ടത്തിലെ ഒരു പ്രധാനിയായ ഒരു കവിയാണ്, നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞ് അദറക്തുഹു വലഹു നാബുൻ വലൗ അദറക്തുഹു വലഹു നാബാനി ലഅകലനി. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു തേറ്റയാണ് ഉണ്ടായിരുന്നത്. ആ നേരത്തെ അദ്ദേഹത്തിന് 2 തേറ്റകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം എന്നെ പിടിച്ച് തിന്നേനെ എന്നാണ് ജരീർ അഖ്തലിനെ കുറിച്ച് പറഞ്ഞത്. ഹമ്മാദ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ കവിതകൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വമാ തസ്അലൂനി അൻ റജുലിൻ ഹബ്ബബ ശിഅറുഹു ഇലാ നസ്റാനിയ. ആ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ എന്നോട് ചോദിക്കണ്ട. അദ്ദേഹത്തിന്റെ കവിതകൾ കേട്ടപ്പോൾ തന്നെ എനിക്ക് ക്രിസ്തുമതം ഏറെ ഇഷ്ടപ്പെട്ടു പോയി എന്ന്. അദ്ദേഹത്തിന്റെ കവിതകൾ, നമുക്കറിയാം അഖ്തൽ ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അഖ്തലിന്റെ കവിതകൾ കേട്ട് എനിക്ക് ക്രിസ്തുമതത്തെ ഏറെ ഇഷ്ടമായി പോയി എന്നാണ് ഹമ്മാദ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടാണ് അഖ്തലിനെ പുകഴ്ത്തിക്കൊണ്ടാണ് ഹമ്മാദ് പറയുന്നത്. അഖ്തൽ എഴുതിയിട്ടുള്ള 2 ആക്ഷേപ കവിതകളാണ് ഖൗമുൻ ഇദാ സ്തംബഹൽ ലൈഫാനി കൽബഹുമു ഖാലൂ ലി ഉമ്മിഹിമു ബുലി അലന്നാരി. ഒരു വിഭാഗം വളരെ പിശുക്കന്മാരാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം കവിത എഴുതുകയാണ്. അവരുടെ വീട്ടിലേക്ക് അതിഥികളായിട്ട് ആളുകൾ വരുമ്പോൾ നായകൾ കുരക്കും. ആ നായകൾ കുരക്കുന്നത് കേട്ടാൽ അവരുടെ ഉമ്മയോട് അവർ പറയും, നിങ്ങൾ അടുപ്പിൽ മൂത്രമൊഴിച്ചു കളയൂ എന്ന്. അങ്ങനെ ഒരാൾക്കും ഒരു സാധനം പോലും തിന്നാൻ കൊടുക്കാത്ത, ആരെയും സൽക്കരിക്കാത്ത ഒരു വിഭാഗമാണ് അവരെന്ന് ഒരു വിഭാഗം ജനങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം കവിത എഴുതി. അതും അദ്ദേഹം ആക്ഷേപമായി കൊണ്ട് എഴുതിയ മറ്റൊരു കവിതയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ഹിജ്റ 95-ലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അടുത്തതായിട്ട് ജരീർ എന്ന കവിയെ കുറിച്ച് പറയാം. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അബൂ ഹിർസ ജരീർ ബിൻ അത്തിയ എന്നാണ്. അബൂ ഹിർസ ജരീർ ബിൻ അത്തിയ. ജരീറിന്റെ പ്രത്യേകത അഹ്ജാ ശുഅറാഉൽ അറബ്, അറബി കവികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹിജാ എഴുതിയിട്ടുള്ള വ്യക്തി, മറ്റുള്ളവരെ ആക്ഷേപിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ കവിത എഴുതിയിട്ടുള്ള കവിയാണ് ജരീർ. അദ്ദേഹം ജനിക്കുന്നത് ഹിജ്റ 28-ാം വർഷം യമാമ എന്ന സ്ഥലത്താണ്. യമാമ എന്ന സ്ഥലത്ത് തമീം എന്ന ഗോത്രത്തിലാണ് ജരീർ ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു കാമുകി ഉണ്ടായിരുന്നു. ആ കാമുകിയുടെ പേര് ഉമാമ എന്നാണ്. ജരീർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ തന്നെ മറ്റൊരു കവിയായിരുന്നല്ലോ അഖ്തൽ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു. അഖ്തൽ ജരീറിനെ കുറിച്ച് പറഞ്ഞത് അന്നഹു ഫീ ശിഅരിഹി യഗ്രിഫു മിൻ ബഹർ എന്നാണ് ജരീറിനെ കുറിച്ച് അഖ്തൽ പറഞ്ഞത്. അന്നഹു ഫീ ശിഅരിഹി യഗ്രിഫു മിൻ ബഹർ എന്നാണ് ജരീറിനെ കുറിച്ച് അഖ്തൽ പറഞ്ഞത്. അമവി കാലഘട്ടത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് അവിടെ ശുഅറാഉൻ നഖായിൽ ഉണ്ടായിരുന്നു.
അഖ്തലും ജരീറും ഫറസ്ദഖും ഒക്കെ ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അഥവാ ഒരു കവി ഒരു കവിത എഴുതുന്നു, ആ കവിതയുടെ അതേ വസനിലും അതേ കാഫിയയിലും അദ്ദേഹത്തിന് എതിരാളിയായ മറ്റൊരു കവി അതിന് മറുപടി എഴുതുന്നു. അദ്ദേഹം ആ കവിതയിൽ പറഞ്ഞ കാര്യങ്ങളുടെ പൊള്ളത്തരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് സ്വീകരിച്ചുകൊണ്ട്, ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ എതിരാളിയായ ഒരാൾ ആ കവിതക്ക് മറുപടി എഴുതുന്നു അതേ വസനിൽ അതേ കാഫിയയിൽ. ഇതിനെയാണ് നഖ്ല് എന്ന് പറയുന്നത്. ഇങ്ങനെ കവിത എഴുതിയവരാണ് ശുഅറാഉൻ നഖായിൽ. ഫറസ്ദഖും ജരീറും തമ്മിൽ, ഇനി നമ്മൾ പറയാൻ പോകുന്ന കവിയാണ് ഫറസ്ദഖ്. ആ ഫറസ്ദഖും ജരീറും തമ്മിൽ ഇങ്ങനെ ശക്തമായ വിമർശങ്ങൾ നടന്നിരുന്നു. 40 കൊല്ലക്കാലമാണ് അവർ തമ്മിലുള്ള മുഹാജാത്ത് നടന്നത്. ഹിജാബ് പരസ്പരം ആക്ഷേപിച്ചുകൊണ്ട് ജരീറും ഫറസ്ദഖും തമ്മിൽ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജരീറിന്റെ കവിതകളിൽപ്പെട്ട ഒരു വരിയാണ് എന്ന് പറയുന്ന കവിത. ഹിജ്റ 110 വർഷമാണ് ജരീർ മരണപ്പെടുന്നത്. അമവി കാലഘട്ടത്തിലെ മറ്റൊരു പ്രഗത്ഭനായ കവിയായിരുന്നു ഫറസ്ദഖ്. ഫറസ്ദഖിന്റെ യഥാർത്ഥ പേര് ഹുമാം ഇബ്നു ഗാലിബ് എന്നാണ്. ഹുമാം ഇബ്നു ഗാലിബ്. ഹിജ്റ 12 വർഷം ബസറയിലാണ് ഫറസ്ദഖ് ജനിച്ചത്. ഫറസ്ദഖ് ജനിച്ച ഗോത്രം തമീം എന്ന ഗോത്രമാണ്. അദ്ദേഹത്തിന്റെ പേര് ഹുമാം ഇബ്നു ഗാലിബാണ്. പിന്നെ എന്തിന് അദ്ദേഹത്തെ ഫറസ്ദഖ് എന്ന് വിളിച്ചു എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന്റെ ജുഹൂമത്ത് വജ്ഹിഹി, അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ ചില വൈകൃതങ്ങൾ കാരണത്താലാണ്, വൈരൂപ്യം കാരണത്താലാണ് അദ്ദേഹത്തെ ഫറസ്ദഖ് എന്ന് വിളിച്ചത്. അദ്ദേഹം ഷാഇറുൻ നഖായിലാണ്. നേരത്തെ പറഞ്ഞു, അതായത് ഒരു കവി ഒരു കവിത എഴുതുന്നു, ആ കവിതക്ക് അതേ വസ്നിലും ഖാഫിയയിലും തന്നെ മറ്റൊരു കവി മറുപടി എഴുതുന്നു. ഇങ്ങനെ ജരീറും ഫറസ്ദഖും തമ്മിൽ ഒരുപാട് മറുപടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ആക്ഷേപങ്ങളായിക്കൊണ്ട് കവിതകൾ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഷാഇറുൻ നഖായിലിൽപ്പെട്ട ആൾ, ഷാഇറുൻ നഖായിൽ എന്നാണ് ഫറസ്ദഖും അറിയപ്പെടുന്നത്. ജരീറും ഫറസ്ദഖും തമ്മിൽ ദീർഘകാലം ആക്ഷേപങ്ങൾ നടന്നു. 40 കൊല്ലത്തോളം അവർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടി എന്നൊക്കെ ജരീറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ സൂചിപ്പിച്ചുവല്ലോ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഫറസ്ദഖ് വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് അദ്ദേഹം വിശുദ്ധ ഖുർആൻ പഠിക്കുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെയാണ് അദ്ദേഹം ഖുർആൻ മനഃപ്പാഠമാക്കുന്നത്. ഫറസ്ദഖിന്റെ കവിതകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ കവിതയിൽ മുഖ്യ ഭാഗവും ഫഖ്റാണ്. ഫഖ്ർ എന്ന വിഷയമാണ് അദ്ദേഹം അതിൽ കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഫഖ്ർ സംബന്ധമായ കവിതകളാണ് അദ്ദേഹം എഴുതിയത് കൂടുതലായി. അതേസമയം തന്നെ അദ്ദേഹം മറ്റുള്ളവരെ പുകഴ്ത്തുവാനും മറ്റുള്ളവരെ ആക്ഷേപിക്കുവാനും ഒക്കെ കവിതകൾ എഴുതിയിട്ടുണ്ട്. അക്കാര്യത്തിൽ അദ്ദേഹം വളരെ പ്രശസ്തനുമാണ്. മറ്റുള്ളവരോട് ഏറ്റുമുട്ടുക എന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക താല്പര്യമായിരുന്നു. അദ്ദേഹം വ്യക്തികളെയും അതുപോലെ ഗ്രൂപ്പുകളെയും ഒക്കെ വിമർശിച്ചിട്ടുണ്ട്. അങ്ങനെ പലരെയും അദ്ദേഹം ഇങ്ങനെ ആക്ഷേപിച്ചപ്പോൾ അന്നത്തെ ഭരണാധികാരിയായ സിയാദിനോട് ആരോ പോയി പരാതിപ്പെട്ടു. അങ്ങനെ അദ്ദേഹം സിയാദ് ഫറസ്ദഖിനെതിരെ നടപടിയെടുക്കും എന്ന് ഭയന്നപ്പോൾ ഫറസ്ദഖ് ഇറാഖിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ അദ്ദേഹം അംർ ഇബ്നു ആസിന്റെ അടുത്തെത്തി അദ്ദേഹത്തെ പുകഴ്ത്തി കവിത എഴുതി. അപ്പൊ അംർ ഇബ്നു ആസ് അദ്ദേഹത്തെ കൂടെ കൂട്ടി. പിന്നെ സിയാദ് മരണപ്പെട്ടപ്പോഴാണ് ഫറസ്ദഖ് ഇറാഖിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നത്. ആരെയൊക്കെ അദ്ദേഹം പുകഴ്ത്തി പറഞ്ഞു, പുകഴ്ത്തി എഴുതി എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അഹ്ലു ബൈത്തിനെ അദ്ദേഹം പുകഴ്ത്തിയിട്ടുണ്ട്. വിശേഷിച്ചും സൈനുൽ ആബിദീനെ അദ്ദേഹം പുകഴ്ത്തിയിട്ടുണ്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം കവിതകൾ എഴുതിയിട്ടുണ്ട്. അതേസമയം അമവി ഭരണാധികാരികളായ അബ്ദുൽ മലിക്കിനെയും സിയാദിനെയും ഹജ്ജാജിനെയും ഒക്കെ ഫറസ്ദഖ് ശക്തമായിട്ട് വിമർശിച്ചിട്ടുമുണ്ട്. അവരെയൊക്കെ വിമർശിച്ചുകൊണ്ട് ഹിജാബ് നടത്തിക്കൊണ്ടുള്ള കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഹിജാബ് എന്നത്. അദ്ദേഹം ഏറ്റവും കൂടുതൽ കവിത ഹിജാബ് എഴുതിയിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഹിജാബുകളിൽ, അദ്ദേഹത്തിന്റെ മുഹാജാത്തിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തമായിട്ടുള്ളത് ജരീറുമായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഹിജാബുകളാണ്. ജരീറും അദ്ദേഹം തമ്മിൽ ഏറ്റുമുട്ടി എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ വിഷയകമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള കവിതകളാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഹിജാബുകൾ.
അഖ്തൽ എന്ന കവിയെ കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. അഖ്തർ ജീവിച്ച അതേ കാലഘട്ടത്തിലെ അഥവാ മുആസിറുൽ അഖ്തൽ, അഖ്തലിന്റെ സമകാലികനായിരുന്നു ഫറസ്ദഖ്. അഖ്തൽ ഫറസ്ദഖിനെ കുറിച്ച് പറഞ്ഞത് അന്നഹു ഫീ ശഅരിഹി യൻഹതു മിൻ സ്വഖർ, അദ്ദേഹം പാറയിൽ കൊത്തി ഉണ്ടാക്കുന്നത് പോലെയാണ് ഫറസ്ദഖ് കവിതകൾ ഉണ്ടാക്കുന്നത് എന്നാണ് അഖ്തൽ ഫറസ്ദഖിനെ കുറിച്ച് പറഞ്ഞത്. ഫറസ്ദഖിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അദ്ദേഹം ഷാഇറുൽ ഫഖ്ർ, കവിതകളിൽ അദ്ദേഹം ഫഖ്റാണ് പ്രധാനമായും തെളിഞ്ഞു നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കവിതയാണ് ഹദല്ലദീ തഅരിഫുൽ ബത്ഹാഉ വതതഹു വൽബൈതു യഅരിഫുഹു വൽഹില്ലു വൽഹറമു. ഹദല്ലദീ തഅരിഫുൽ ബത്ഹാഉ വതതഹു വൽബൈതു യഅരിഫുഹു വൽഹില്ലു വൽഹറമു. ഫറസ്ദഖിനെ കുറിച്ച് പറയപ്പെട്ട ഒരു പ്രസ്താവനയാണ് ലൗലാ ശിഅറുൽ ഫറസ്ദഖ് ലദഹബ സുലുസു ലുഗത്തിൽ അറബ്. അറബി ഭാഷയുടെ 1/3 തന്നെ ഇല്ലാതാകുമായിരുന്നു ഫറസ്ദഖിന്റെ കവിതകൾ ഇല്ലായിരുന്നുവെങ്കിൽ. അപ്പൊ അത് അത്രയും വലിയൊരു കാര്യമാണ് അറബി ഭാഷയിൽ ഫറസ്ദഖിന്റെ കവിതകൾ എന്നാണ്. ഫറസ്ദഖിന്റെ കവിതകൾ ഇല്ലായിരുന്നുവെങ്കിൽ അറബി ഭാഷയുടെ 1/3 തന്നെ ഇല്ലാതായിരുന്നേനെ. അഖ്ബാറുന്നാസിന്റെ പകുതിയും ഇല്ലാതായി പോയേനെ എന്നാണ് ആരോ പറഞ്ഞിട്ടുള്ളത് ഫറസ്ദഖിന്റെ കവിതയെ സംബന്ധിച്ച്. അദ്ദേഹം മരണപ്പെട്ടത് ഹിജ്റ 110 ഫറസ്ദഖിന്റെയും ജരീറിന്റെയും പ്രത്യേകത അവർ രണ്ടുപേരും ഹിജ്റ 110 തന്നെയാണ് മരണപ്പെട്ടിട്ടുള്ളത് എന്നതാണ്. ഉമർ ഇബ്നു അബി റബിയ ജനിക്കുന്നത് ഹിജ്റ 23 വർഷമാണ്. ഹിജ്റ 23 വർഷത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ട രാത്രിയിലാണ് ഉമർ ഇബ്നു അബി റബിയ ജനിക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് മരണപ്പെടുന്നതും ഉമർ ഇബ്നു അബി റബിയ ജനിക്കുന്നതും ഒരേ ദിവസം ഒരേ രാത്രിയിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറിച്ച് പലരും പറഞ്ഞ ഒരു വാക്കാണ് അയ്യു ഹഖ്ഖിൻ റുഫിഅ വ അയ്യു ബാതിലിൻ മുദിഅ. പരീക്ഷയിൽ ചോദ്യമുണ്ടാവാം അയ്യു ഹഖ്ഖിൻ റുഫിഅ വ അയ്യു ബാതിലിൻ മുദിഅ എന്ന് പറഞ്ഞത് ഏത് കവിയെ കുറിച്ചാണ് എന്ന ചോദ്യമുണ്ടാവാം. ഉമർ ഇബ്നു അബി റബിയയെ കുറിച്ചാണ്. അങ്ങനെ പറയാൻ കാരണം എന്ത് എന്ന് പരിശോധിക്കുമ്പോൾ ഉമർ ഇബ്നു അബി റബിയയുടെ കവിതകൾ പ്രധാനമായും ഗസലാണ്, പ്രേമകാവ്യങ്ങൾ, ശൃംഗാര കാവ്യങ്ങൾ, സ്ത്രീകളെ കുറിച്ച് തെറ്റായ രീതിയിൽ അശ്ലീലത കലർന്ന രീതിയിലൊക്കെ അദ്ദേഹം എഴുതിയിരുന്നത് കവിതകൾ. അതുകൊണ്ട് തന്നെ വൃത്തികെട്ട കവിതകൾ എന്നാണ് അതിനെ പലരും വിലയിരുത്തിയത്. അവരാണ് അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ ഒരു ഉപമ പറയുന്നത് അയ്യു ഹഖ്ഖിൻ റുഫിഅ. അന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു, അദ്ദേഹം ഉയർത്തപ്പെട്ടു. അതേസമയം അയ്യു ബാതിലിൻ മുദിഅ, എന്നാൽ ഈ മണ്ണിലേക്ക് വെക്കപ്പെട്ടതോ ഉമർ ഇബ്നു അബി റബിയ എന്നൊരു വൃത്തികെട്ടവനെയും. അപ്പൊ അയ്യു ഹഖ്ഖിൻ റുഫിഅ വ അയ്യു ബാതിലിൻ മുദിഅ എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടതിനെ കുറിച്ചും ഉമർ ഇബ്നു അബി റബിയ എന്ന വൃത്തികെട്ട കവിതകൾ എഴുതിയ ഒരു വ്യക്തി ഇവിടെ ജനിച്ചു വീണതിനെ കുറിച്ചുമാണ് അയ്യു ഹഖ്ഖിൻ റുഫിഅ വ അയ്യു ബാതിലിൻ മുദിഅ എന്ന് ചിലർ പറഞ്ഞത്. ഉമർ ഇബ്നു അബി റബിയയുടെ കവിതകളിൽ ഗസൽ നിറഞ്ഞു നിന്നിരുന്നു. അദ്ദേഹം ശൃംഗാര കാവ്യങ്ങൾ, അതേപോലെ പ്രേമകാവ്യങ്ങളൊക്കെ അദ്ദേഹം എഴുതിയിരുന്നു, ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടമായപ്പോൾ, വാർദ്ധക്യ കാലഘട്ടമായപ്പോൾ അദ്ദേഹം അതിൽ നിന്നെല്ലാം പശ്ചാത്തപിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ഇങ്ങനെ സ്ത്രീകളെ കുറിച്ചുള്ള കവിതകളും മറ്റും എഴുതിയ നേരത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെ ദഹ്ലിക് എന്ന പ്രദേശത്തേക്ക് നാട് കടത്തുകയുണ്ടായി. അപ്പോൾ ചോദ്യമുണ്ടാവാം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് നാട് കടത്തിയ കവി ആരായിരുന്നു എന്നത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഉമർ ഇബ്നു അബി റബിയയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി നാട് കടത്തിയിട്ടുള്ളത്. യുവാക്കളെയും യുവതികളെയും ഒക്കെ വഴിതെറ്റിച്ച് കളയുന്ന വിധത്തിലുള്ള കവിതകളാണ് ഉമർ ഇബ്നു അബി റബിയ എഴുതിയിട്ടുള്ളത് എന്നാണ് പലരുടെയും അഭിപ്രായം. അതുകൊണ്ട് ഇബ്നു ജുറൈഹ് അദ്ദേഹത്തിന്റെ കവിതകളെ കുറിച്ച് പറഞ്ഞു മാ ദഖലൽ അവാതിഖ് ഫീ ജുദൂരിഹിന്ന ഷൈഉൻ അളർ അലൈഹിന്ന മിൻ ഷൈഇ ഉമർ ഇബ്നു അബി റബിയ എന്ന്. അതായത് യുവതികൾ അവരുടെ വീട്ടിൽ കയറ്റുന്ന ഏറ്റവും ഉപദ്രവമായ കാര്യം ഉമർ ഇബ്നു അബി റബിയയുടെ കവിതകളാണ് എന്നാണ് ഇബ്നു ജുറൈഹ് പറഞ്ഞത്.
മാ ദഖലൽ അവാതിഖ് ഫീ ജുദൂരിഹിന്ന ഷൈഉൻ അളറു അലൈഹിന്ന മിൻ ഷൈഇൻ ഉമർ ഇബ്നു അബി റബിയ. ഉമർ ഇബ്നു അബി റബിയയുടെ കവിതകളെക്കാൾ ഉപദ്രവകരമായ മറ്റൊന്നും ഒരു യുവതിയും സ്വന്തം വീട്ടിൽ കയറ്റുന്നില്ല. അദ്ദേഹത്തിന്റെ രചനകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അംസാലുൽ അറബ് ഫിൽ അസ്റിൽ ജാഹിലി. അംസാലുൽ അറബ് ഫിൽ അസ്റിൽ ജാഹിലി എന്നത് ഉമർ ഇബ്നു അബി റബിയയുടെ ഗ്രന്ഥമാണ്. ഹിജറ 93 ഉമർ ഇബ്നു അബി റബിയ മരണപ്പെടുന്നത്. അൽ അഹ്വസ് വളരെ പ്രഗത്ഭനായ ഒരു കവിയാണ്. അൽ അഹ്വസ് അദ്ദേഹത്തിന്റെ പേര് അബ്ദുല്ലാഹിബിന് മുഹമ്മദുൽ ഔസ് എന്നാണ്. അബ്ദുല്ലാഹിബിന് മുഹമ്മദുൽ ഔസ്. അദ്ദേഹം അറിയപ്പെട്ടത് ഹുതൈഅത്തുൽ അമവിയീൻ, അമവികളുടെ ഹുതൈഅ എന്നാണ്. ഹുതൈഅ നമുക്കറിയാം പ്രഗത്ഭനായ ഒരു കവിയാണ്, മുമ്പ് കഴിഞ്ഞുപോയ കവിയാണ്. അദ്ദേഹത്തോട് ഉപമിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അമവികളുടെ ഹുതൈഅ എന്നാണ് അഹ്വസിനെ വിളിച്ചിരുന്നത്. എന്തുകൊണ്ട് ഇദ്ദേഹത്തെ അഹ്വസ് എന്ന് വിളിച്ചു എന്ന് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് അബ്ദുല്ലാഹിബ്നു മുഹമ്മദുൽ ഔസ് എന്നാണല്ലോ. അദ്ദേഹത്തെ അഹ്വസ് എന്ന് വിളിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ കണ്ണിന്റെ ഒരു ചെറിയ കുഴപ്പം കാരണത്താലാണ് അദ്ദേഹത്തെ അഹ്വസ് എന്ന് വിളിച്ചത്. അഹ്വസിന്റെ പ്രത്യേകത അദ്ദേഹം ഒരു ഹജ്ജ ആണ്. ഹജ്ജ എന്ന് പറഞ്ഞാൽ നന്നായി വളരെ രൂക്ഷമായി ഹിജാബ് പറഞ്ഞ വ്യക്തി, മറ്റുള്ളവരെ ആക്ഷേപിച്ചുകൊണ്ട് കവിതകൾ ഒരുപാട് എഴുതിയ വ്യക്തിത്വമാണ് അഹ്വസ്. അതുകൊണ്ട് തന്നെ അന്നത്തെ ഭരണാധികാരിയായ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് അദ്ദേഹത്തെ 100 ചാട്ടവാർ അടി നൽകി ശിക്ഷിക്കുകയുണ്ടായി. 100 അടി നൽകി അദ്ദേഹത്തെ ശിക്ഷിച്ചു സുലൈമാൻ അബ്ദുൽ മലിക് അഹ്വസിനെ. മാത്രമല്ല അദ്ദേഹത്തെ ദഹ്ലക് എന്ന പ്രദേശത്തേക്ക് നാടുകടത്തുകയും ചെയ്തു. അഹ്വസിന് ഒരു കാമുകി ഉണ്ടായിരുന്നു. കാമുകിയുടെ പേര് ഉമ്മു ജാഫർ എന്നാണ്. അപ്പൊ ഉമ്മു ജാഫർ എന്ന ആശിക ആരുടേതാണ് എന്ന് ചോദിക്കുമ്പോൾ അഹ്വസിന്റേതാണ് എന്ന് നമ്മൾ ഓർത്തു വെക്കുക. ഇനി നമുക്ക് ചില അറബി കവികളെ കുറിച്ച് സംക്ഷിപ്തമായി കൊണ്ട് പറയാം. ജമീൽ ബുസൈനയാണ് ആ കൂട്ടത്തിൽ ഒന്നാമത്തത്. അദ്ദേഹം അറിയപ്പെടുന്ന റായിദ് ഷഅറൽ ഗസലി ഫിൽ അസ്റിൽ അമവി. അമവി കാലഘട്ടത്തിലെ ഷിഅറുൽ ഗസലിയുടെ നേതാവ്, പ്രേമകാവ്യത്തിന്റെ നേതാവ് എന്നാണ് ജമീൽ ബുസൈന അറിയപ്പെടുന്നത്. അമവി കാലഘട്ടത്തിലെ പ്രേമകാവ്യത്തിന്റെ നേതാവ് എന്നറിയപ്പെട്ട വ്യക്തിത്വമാണ് ജമീൽ ബുസൈന. ഖൈസ് ബിൻ മുലവ്വഹ് അറിയപ്പെടുന്നത് 2 വ്യത്യസ്ത പേരുകൾ അറിയപ്പെടുന്നു. ഖൈസ് ലൈല എന്നും മജ്നൂൻ ലൈല എന്നും ഖൈസ് മുലവ്വഹ് അറിയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചോദിക്കാവുന്ന ചോദ്യമാണ്, മജ്നൂൻ ലൈല അല്ലെങ്കിൽ ഖൈസ് ലൈല എന്ന പേരിൽ അറിയപ്പെട്ട കവി ആരാണ്? ഖൈസ് ബിൻ മുലവ്വഹ്. മറ്റൊരു കവിയാണ് അൽ കമീത്ത് ബിൻ സെയ്ദ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം ഒരു ഷാഇറുൻ ശഅബി, ഒരു സാമൂഹ്യ കവി അല്ലെങ്കിൽ ഒരു സാമുദായിക കവി ആയിരുന്നു അദ്ദേഹം. ഷാഇറുൽ ഹാഷിമിയീൻ, ഹാഷിമികളുടെ ഹാഷിം ഗോത്രത്തിന്റെ കവി എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. ഷാഇറുൽ ശഅബി. അദ്ദേഹത്തിന്റെ കവിതയുടെ സമാഹാരമാണ് ഹാഷിമിയാത്ത്. അപ്പൊ ഹാഷിമിയാത്ത് എന്നത് ആരുടെ ദീവാനാണ് എന്ന് ചോദ്യമുണ്ടാവാം. അത് അൽ കമീത്ത് ബിൻ സെയ്ദ് ആണ് അത് എഴുതിയിട്ടുള്ളത് എന്നത് നമ്മൾ ഓർത്തു വെക്കുക. അർ-റാഇ അൻ-നമീരി, അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ വരികൾ ഒട്ടകത്തെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള കുറെ വസ്ഫുകളാണ്. വസ്ഫുൽ ഇബിലിൽ വളരെ പ്രശസ്തനായ വ്യക്തിത്വമാണ് അർ-റാഇ അൻ-നമീരി എന്ന കവി. മറ്റൊരു കവിയാണ് ദുർറുമ്മയുടെ മുഴുവൻ പേര് ഗൈലാൻ ഇബ്നു ഉഖ്ബ എന്നാണ്. ഗൈലാൻ ഇബ്നു ഉഖ്ബയാണ് ദുർറുമ്മ എന്ന് അറിയപ്പെടുന്നത്. വല്ലാഹുൽ യമൻ പ്രശസ്തനായ കവിയാണ്. പക്ഷെ അദ്ദേഹത്തെ ജനങ്ങൾ അറിയുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അദ്ദേഹം കൊല്ലപ്പെട്ട വ്യക്തിത്വമാണ്, കൊല്ലപ്പെട്ട കവിയാണ് അദ്ദേഹം. ഖലീഫ വലീദ് അദ്ദേഹത്തെ ജീവനോടെ കുഴിച്ചു മൂടുകയായിരുന്നു. ഖലീഫ വലീദിന്റെ ഭാര്യയെ കുറിച്ച് അദ്ദേഹം ശൃംഗാര കാവ്യങ്ങൾ എഴുതിയതിന്റെ പേരിൽ വലീദ് അദ്ദേഹത്തെ
കുഴിച്ചു മൂടുകയായിരുന്നു ജീവനോടെ. അതാണ് വല്ലാഹുൽ യമന്റെ പ്രത്യേകത. അപ്പോ ഖലീഫ വലീദ് ജീവനോടെ കുഴിച്ചു മൂടിയ കവി ആരാണ് എന്ന ചോദ്യം ഉണ്ടാവാം. അതാണ് വല്ലാഹുൽ യമൻ. മാലിക് ബിൻ അർ-റയി അത്തമീമി. മാലിക് ബിൻ അർ-റയി അത്തമീമി എന്ന കവിയുടെ പ്രത്യേകത, അദ്ദേഹം സ്വന്തത്തെ കുറിച്ച് തന്നെ റസാ എഴുതിയ കവിയാണ്. സ്വന്തത്തെ കുറിച്ച് തന്നെ വിലാപകാവ്യം എഴുതി. സാധാരണ വിലാപകാവ്യം എഴുതുന്നത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ കുറിച്ച് മറ്റൊരു കവി എഴുതുന്നതാണ് വിലാപകാവ്യം, റസാ. മാലിക് ബിൻ അർ-റയി തമീമി തന്നെ കുറിച്ച് തന്നെ, താൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ കുറിച്ച് തന്നെ റസാ എഴുതിയ കവിയാണ്. അങ്ങനെ അറിയപ്പെട്ട ആളാണ് മാലിക് ബിൻ അർ-റയി തമീമി. ഖൈസ് ബിൻ മുലവ്വഹ്, അദ്ദേഹം മജ്നുൽ ലൈല എന്നറിയപ്പെടുന്നു എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ പേര് ഇവിടെ സൂചിപ്പിക്കാൻ കാരണം ഖൈസ് ബിൻ മുലവ്വഹ് എന്ന പോലെ ഖൈസ് ബിൻ ദുറൈഹ് എന്ന് പറയുന്ന ഒരു കവിയും കൂടി ഉണ്ട്. പരസ്പരം മാറിപ്പോകരുത് എന്നുള്ളത് കൊണ്ടാണ് അതൊരിക്കൽ കൂടി ഉദ്ധരിക്കുന്നത്. ഖൈസ് ബിൻ ദുറൈഹ് എന്ന ഒരു കവിയുമുണ്ട്, ഖൈസ് ബിൻ മുലവ്വഹ് എന്ന മറ്റൊരു കവിയുമുണ്ട്. അപ്പൊ ഖൈസ് ബിൻ ദുറൈഹിന്റെ പ്രത്യേകത, അദ്ദേഹം ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ മുലകുടി നടത്തിയ വ്യക്തിത്വമാണ്. ഹുസൈൻ ബിൻ അലിയെയും അതേപോലെ ഖൈസ് ബിൻ ദുറൈഹിനെയും മുലയൂട്ടിയത് ഒരു സ്ത്രീ ആയിരുന്നു. അങ്ങനെ അവർ തമ്മിൽ റളി ആണ് എന്ന കാര്യം ഓർക്കുക. ഖൈസ് ബിൻ ദുറൈഹി എന്ന കവിയുടെ ആശിഖയുടെ പേര് ലുബ്ന എന്നാണ്. വല്ലാഹുൽ യമനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഖലീഫ വലീദ് ബിൻ അബ്ദുൽ മലിക് അദ്ദേഹത്തെ ജീവനോടുകൂടി കുഴിച്ചു മൂടി. അദ്ദേഹത്തിന്റെ വലീദിന്റെ ഭാര്യയെ കുറിച്ച് അദ്ദേഹം ശൃംഗാര കാവ്യം എഴുതിയതിന്റെ പേരിൽ. മറ്റൊരു കവിയാണ് അബീദ് ബിൻ ഹുസൈൻ അൻ-നമീരി. നേരത്തെ അർ-റാഇ അൻ-നമീരി എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അബീദ് ബിൻ ഹുസൈൻ അൻ-നമീരി എന്നാണ്. അദ്ദേഹത്തിന് അർ-റാഇ അൻ-നമീരി, റാഇ എന്ന പേര് കിട്ടാൻ കാരണം, റാഇ എന്ന് പറഞ്ഞാൽ ഇടയൻ എന്നാണ്, ആട്ടിടയൻ അല്ലെങ്കിൽ മൃഗങ്ങളെ മേച്ചു നടക്കുന്നവൻ. അതാണ് റാഇ എന്ന പേരിന്റെ അർത്ഥം. അങ്ങനെ റാഇ എന്ന് പേരിടാൻ കാരണം അദ്ദേഹം ആട്ടിടയന്മാരുടെ ജീവിതത്തെ കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇടയന്മാരുടെ ജീവിതത്തെ കുറിച്ച് ഒരുപാട് വർണ്ണിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതേപോലെ ഒട്ടകങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന്റെ കവിതകളിലൊക്കെ വളരെയേറെ അദ്ദേഹം ഒട്ടകങ്ങളെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹത്തെ റാഇ എന്ന് വിളിക്കാൻ കാരണം. അപ്പൊ അബീദ് ബിൻ ഹുസൈൻ അൻ-നമീരിയാണ് ആ റാഇ അൻ-നമീരി എന്ന് അറിയപ്പെടുന്ന കവി. ഹജ്ജാജ് ബിൻ യൂസുഫ്. ഹജ്ജാജ് ബിൻ യൂസുഫ് ഒരു ഭരണാധികാരിയാണ്, നമുക്കറിയാം. അതോടൊപ്പം തന്നെ ബനു ഉമയ്യ വംശത്തിലെ വളരെ പ്രശസ്തനായ ഒരു പ്രസംഗകൻ അഥവാ ഒരു ഖതീബ് കൂടിയായിരുന്നു അദ്ദേഹം. ഇത്രയും നേരം നമ്മൾ കവികളെ കുറിച്ചാണ് പറഞ്ഞത്. ഹജ്ജാജ് ബിൻ യൂസുഫ് ഒരു ഖതീബാണ് എന്നതാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. അദ്ദേഹം ത്വായിഫിലാണ് ജനിച്ചത്. മദീന വാസിദ് എന്ന പട്ടണം സ്ഥാപിച്ചത് ഹജ്ജാജ് ബിൻ യൂസുഫാണ്. ഹജ്ജാജ് ബിൻ യൂസുഫ് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലെ, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലെ സാഹിത്യം കാരണം പ്രശസ്തനായ വ്യക്തിത്വമാണ്. വളരെ മനോഹരമായ പ്രസംഗങ്ങളാണ് ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭരണവും വളരെ ശക്തമായിരുന്നു. വളരെ പരുഷമായ അല്ലെങ്കിൽ വളരെ ശക്തമായ പല നിലപാടുകളും അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഫാഹ് അല്ലെങ്കിൽ സഫാക്ക് എന്നൊക്കെ പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. പലരെയും കൊല്ലാൻ ഒരുവിധ മടിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സഫാഹ് അല്ലെങ്കിൽ സഫാക്ക് എന്നൊക്കെ ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണ് അമാ വല്ലാഹി ഇന്നി അറാ റൂസൻ ഖദ് ഐനഅത് വഹാന ഖിതാഫുഹാ വഇന്നി ലസ്വാഹിബുഹാ. അമാ വല്ലാഹി ഇന്നി അറാ റൂസൻ ഖദ് ഐനഅത് വഹാന ഖിതാഫുഹാ വഇന്നി ലസ്വാഹിബുഹാ. ഒരേ സമയം ഒരു ഭരണാധികാരി എന്ന നിലയിൽ അതേപോലെ ഒരു ഖതീബ് എന്ന നിലയിലും പ്രസക്തമായ വരികളാണ്. അദ്ദേഹം ചിലരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസംഗമാണിത്. ചില തലകളെല്ലാം വിളഞ്ഞു പാകമായിരിക്കുന്നതായി ഞാൻ കാണുന്നു, അത് കൊയ്തെടുക്കാൻ നേരമായിരിക്കുന്നു, അത് ഞാൻ തന്നെ കൊയ്തെടുക്കും. ചിലരെയൊക്കെ ഞാൻ തന്നെ കൊയ്യും, ചിലരെ ഞാൻ കൊല്ലും എന്ന ഭീഷണിയാണ് ഈ പ്രസംഗത്തിൽ ഉള്ളത്. ചില തലകളൊക്കെ മൂത്തിരിക്കുന്നു, അത് കൊയ്യാൻ സമയമായിരിക്കുന്നു, ഞാനാണത് ചെയ്യുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇങ്ങനെ മനോഹരമായ പ്രസംഗം, സാഹിത്യം നിറഞ്ഞ പ്രസംഗങ്ങളായിരുന്നു ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെത്.
അദ്ദേഹത്തിൻ്റെതായ കവിതകളുമുണ്ട്. അതിലൊരു ഉദാഹരണമാണ് അനബിനു ജല വ തലാഉ സനായ മതാ അൽഇൽ ഇമാമത തഅരിഫൂനി. അനബിനു ജല വ തലാഉ സനായ മതാ അൽഇൽ ഇമാമത തഅരിഫൂനി. ഇത് ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ വരികളാണ്, നമ്മൾ ഓർത്തു വെക്കുക. ഇനി ചില സാഹിത്യകാരന്മാരെ കുറിച്ച് അല്പം സംക്ഷിപ്തമായി കൊണ്ട് നമുക്ക് പറയാം. അബ്ദുൽ ഹമീദ് അൽ കാത്തിബ്. അബ്ദുൽ ഹമീദ് അൽ കാത്തിബിന്റെ പ്രത്യേകത അവ്വലു മൻ അൻശഅ ഉസ്ലൂബ് റസായിൽ ഫിൽ അദബിൽ അറബി. അറബി സാഹിത്യത്തിൽ കത്തെഴുത്ത് ശൈലി ആരംഭിച്ച വ്യക്തിത്വമാണ് അബ്ദുൽ ഹമീദ് അൽ കാത്തിബ്. ഉസ്ലൂബ് റസായിൽ ഉണ്ടാക്കിയെടുത്തത് അബ്ദുൽ ഹമീദ് അൽ കാത്തിബാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് അർ-റിസാലത്തു ഇലൽ കുത്താബ്. അർ-റിസാലത്തു ഇലൽ കുത്താബ് അബ്ദുൽ ഹമീദ് അൽ കാത്തിബ് എഴുതിയ പുസ്തകമാണ്. അദ്ദേഹം ഹിജറ 132 കൊല്ലപ്പെടുകയായിരുന്നു. അബ്ദുൽ ഹമീദ് അൽ കാത്തിബ്. മറ്റൊരു പ്രഗത്ഭനായ വ്യക്തിത്വമാണ് അബുൽ അസ്വദ് അദ്ദുഅലി. അബു അസ്വദ് ദുഅലി. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ലാലിം ബിനു സുഫിയാൻ എന്നാണ്. ലാലിം ബിനു സുഫിയാൻ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അദ്ദേഹം നഹ്വിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തു. നഹ്വിന്റെ അടിസ്ഥാന തത്വങ്ങളെല്ലാം ക്രോഡീകരിച്ച വ്യക്തിത്വമാണ് അബു അസ്വദ് ദുവലി. അപ്പോൾ അറബി ഭാഷക്ക് വലിയൊരു സംഭാവനയാണ് അബു അസ്വദ് ദുവലി ചെയ്തത്. വാദിഉ മബാദിഉ നഹ്വ്, അതാണ് അബു അസ്വദ് ദുഅലി. അത് അക്കാര്യം പ്രത്യേകം നമ്മൾ ഓർക്കുക. ആ നഹ്വ് ആണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് വാദിഉ മബാദിഉ നഹ്വ്. അത് അബു അസ്വദ് ദുഅലിയാണ്. ഹിജറ 69 അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത്. മറ്റൊരു വ്യക്തിത്വമാണ് ത്വാരിഖ് ബിൻ സിയാദ്. താരിഖ് ബിൻ സിയാദ് വളരെ പ്രഗത്ഭനായ ഒരു ഖതീബാണ്, ഒരു പ്രസംഗകനാണ്. സ്പെയിൻ ജയിച്ചടക്കിയത് താരിഖ് ബിൻ സിയാദിന്റെ നേതൃത്വത്തിലായിരുന്നു. താരിഖ് ബിൻ സിയാദിന്റെ വളരെ പ്രശസ്തമായ ഒരു പ്രസംഗമാണ് അയ്യുഹന്നാസ് ഐനൽ മഫർ അൽ ബഹ്റു മിൻ വറായികും വൽ അദുവ്വു അമാമകും. സ്പെയിനിൽ എത്തിച്ചേർന്ന് അദ്ദേഹം മുസ്ലിം സൈന്യത്തെ നോക്കിയിട്ട് നടത്തിയിട്ടുള്ള ഒരു പ്രസംഗമാണ്. ജനങ്ങളെ എങ്ങോട്ട് ഓടാനാണ്? പിറകിൽ അതിരില്ലാതെ കിടക്കുന്ന സമുദ്രമാണ്, മുന്നിൽ ഇതാ നിങ്ങളുടെ ശത്രുവാണ്. ഈ ശത്രുവിനോട് ഏറ്റുമുട്ടി വിജയിക്കലല്ലാതെ നിങ്ങൾക്കൊരു രക്ഷാമാർഗമില്ല എന്നാണ് അദ്ദേഹം നടത്തിയ പ്രസംഗം. അത് ചരിത്രത്തിൽ വളരെയേറെ പ്രശസ്തമായ ഒരു പ്രസംഗമാണ്. ഹിജറ 102 താരിഖ് ബിൻ സിയാദ് മരണപ്പെട്ടത്. മറ്റൊരു കവിയാണ് ഖൈസ് ബിൻ ദുറൈഹ്. ഖൈസ് ബിൻ ദുറൈഹിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ തന്നെ മുല കുടിച്ച വ്യക്തിത്വമാണ്. അഥവാ ഖൈസ് ബിൻ ദുറൈഹും ഹുസൈൻ ബിൻ അലിയും ഒരേ ഉമ്മയുടെ മുല കുടിച്ച് വളർന്നവരാണ്. അദ്ദേഹം ഒരു ഷായറുൻ അമവി വംശത്തിലെ ഒരു കവിയാണ്. അദ്ദേഹത്തിന്റെ മംദൂഹയാണ് ലുബ്ന. അക്കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി മറ്റൊരു കവിയെ, ഒരു ഖതീബിനെ കുറിച്ച് പറയാം. സിയാദ് ബിൻ അബീഹി വളരെ പ്രഗത്ഭനായ ഒരു ഖതീബാണ്, ഒരു പ്രസംഗകനാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹം സ്വാഹിബു അൽ ഖുതുബത്തിൽ ബത്റാ. അത് ഓർത്തു വെക്കുക. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പ്രത്യേകതയാണ് ഖുതുബത്തുൽ ബത്റാ എന്ന് പറഞ്ഞാൽ ആ ഖുതുബ ആരംഭിക്കുമ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാമും സലാത്തും ഒന്നും ചൊല്ലിയിട്ടല്ല അദ്ദേഹം ഖുതുബ ആരംഭിക്കുക, പ്രസംഗം ആരംഭിക്കുക. അപ്പൊ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്തും സലാമും ഒക്കെ ചൊല്ലിയിട്ട് ഖുതുബ ആരംഭിക്കുന്നതായിരുന്നു ആ കാലഘട്ടത്തിലെ അവരുടെ ശൈലി. പക്ഷേ സിയാദ് ബിൻ അബീഹി അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിനെ ആ ഖുതുബയെ അൽ ഖുതുബത്തുൽ ബത്റാ എന്നാണ് വിളിക്കുന്നത്. ഹിജറ 53 ആണ് സിയാദ് ബിൻ അബീഹി മരണപ്പെടുന്നത്. സഹബാൻ വായിലും ഒരു ഖതീബാണ്, പ്രസംഗകനാണ്, വളരെ പ്രഗത്ഭനായ പ്രസംഗകൻ. അതുകൊണ്ട് മുആവിയ, ഭരണാധികാരി ഖലീഫ മുആവിയ അദ്ദേഹത്തോട് പറഞ്ഞു, അൻത അഖ്തബുൽ അറബ്, അറബികളുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ച പ്രഭാഷകൻ നീയാണ് എന്ന് സഹബാൻ വായിലിനോട് ഖലീഫ മുആവിയ ഒരിക്കൽ പറയുകയുണ്ടായി. ഹിജ്റ 54 സഹബാൻ വായിൽ മരണപ്പെടുന്നത്.